ഇന്ന് വീണ്ടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അനീനാൻ്റെ മക്കൾക്ക് ഞാൻ വെക്കുന്ന ഈ ചോറും കറിയും കഞ്ഞിയും പയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മന്തിയോ ബിരിയാണിയോ ഒക്കെ കഴിക്കുന്നതിനേക്കാളും അവർക്ക് ഇഷ്ടം അങ്ങനെ വെറും ചോറും കറിയൊക്കെ കഴിക്കാനാണ് കേട്ടോ. പ്രത്യേകിച്ച് തേങ്ങാരച്ച മീൻകറി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അത് പറയാറുണ്ട്. അല്ലെങ്കിൽ കഞ്ഞിയും പയറും ചമ്മന്തി ഉണ്ടാക്കി കൊടുത്താലും മതി, ആ ചമ്മന്തിയും ചോറും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് കേട്ടോ. കൊഴുവ തേങ്ങാരച്ചത്, മോര് കറി, ചെമ്മീൻ പൊരിച്ചത്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, മത്തി മുളകിട്ടത്, പിന്നെ പച്ചമോര് നൈറൂന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ പൊരിച്ചതും പപ്പടവും അച്ചാറും മീൻ മുട്ട പൊരിച്ചതും ഉണ്ട് കേട്ടോ. അന്നത്തെ ദിവസമാണെങ്കിൽ ഒരുപാട് വിരുന്നുകാർ വന്നൊരു ദിവസമായിരുന്നു കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വിരുന്നുകാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെള്ളമൊക്കെ ഇങ്ങനെ എടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിലൊരാൾ വരുമെന്ന് നേരത്തെ അറിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ചിക്കൻ കുറുമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഞാനിപ്പം ഉമ്മി ഇങ്ങനെ വയ്യാതെ കിടന്നിടം മുതൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതി വെച്ചിരിക്കും. ഒരു ബീഫ് കറിയോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള ഐറ്റംസോ വേവിച്ചതോ എന്തെങ്കിലും ഒന്ന് വെച്ചേക്കും, ആരെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് വാപ്പി പോയിട്ട് ഈ സപ്ലൈകോയിലെ ഈ ഐറ്റംസ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായില്ലേ, ഞാൻ അന്നെടുത്ത വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതാരെങ്കിലും മേടിച്ചിട്ടുണ്ടായിരുന്നോ? കമൻറ്റ് ചെയ്യട്ടോ. വരുന്ന കാര്യം പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പലഹാരമൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല, പൊറോട്ട മേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. പിള്ളേരുടെ നല്ല കളിയിലാണ്. അപ്പോൾ വിരുന്നുകാർ വന്ന കുട്ടികളും ഇവരും എല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും എങ്ങനെയാണെങ്കിലും ഈ ഒരു മൊബൈൽ ഗെയിമിൻ്റെ പുറകെയാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. അന്നത്തെ ദിവസം എനിക്ക് നോമ്പായിരുന്നു കേട്ടോ. ഐഷു അതുകൊണ്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറേ നേരമായി അടുക്കളയിൽ കയറിയിട്ട്, അടുക്കളയൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അകത്ത് ചീസൊക്കെ, കിഴങ്ങിൻ്റെ അകത്ത് ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു. അവളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ലപോലെ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ നോമ്പ് മുറിച്ചത്. പിന്നെ ആപ്പിളും ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.